Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. Choose the correct answer from the match list 1 with list 2. അതായത് മാച്ച് ഫോളോയിങ് ആണ്. രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് നോക്കാം ഓരോന്നും. ഒന്നാമത്തെ ലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ശരിക്കും നമ്മുടെ ഗ്ലൈക്കോളിസിസ് ആണ്. അപ്പൊ അതിന്റെ എൻസൈമുകളും അതേപോലെ തന്നെ അതിന്റെ പ്രോസസ്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. നോക്കി വെക്കാം. ഹെക്സോകൈനേസ് ഉണ്ട്, രണ്ടാമത്തത് പൈറുവേറ്റ് കൈനേസ് ഉണ്ട്, ആൽഡോളൈസ് ഉണ്ട്, ഈനോളൈസ് ഉണ്ട്. ഇനി നമുക്ക് ലിസ്റ്റ് 2-നകത്താണെന്നുണ്ടെങ്കിൽ 2-ഫോസ്ഫോഗ്ലിസറേറ്റ് 2-ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ PEP. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് 2-ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആൻഡ് DHAP എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ എന്താണ്? ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റ് പൈറുവേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതില് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് ഇപ്പോ ഗ്ലൈക്കോളിസിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒരുവിധം അറിയാം. പക്ഷെ എന്നാലും നമുക്ക് ഏറ്റവും ആദ്യം കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ പൈറുവേറ്റ് കൈനേസ് ആണ് നോക്കുക. എനിക്കത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പൈറുവേറ്റ് കൈനേസിനെ നമുക്ക് ഈ ഒരു ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റുമായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ B4 ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. B4 ആയിട്ട് കണക്ട് ചെയ്ത ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ 2 ആണ്. A1 ആയിട്ട് കണക്ട് ചെയ്യാം. അതായത് ഹെക്സോകൈനേസിനെ നമുക്ക് എന്ത് ചെയ്യാം? 2-ഫോസ്ഫോഗ്ലിസറേറ്റ് 2-ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റ് ആക്കി മാറ്റുന്നത് ഹെക്സോകൈനേസ് ആണ്. അതേപോലെ തന്നെ എന്താണ് രണ്ടാമത്തത്? B4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ C2 ആണ്. ആൽഡോളൈസ് ചെയ്യുന്ന എന്താണ്? ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റിനെ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റും DHAP ആക്കി മാറ്റുന്ന ആരാണ്? ആൽഡോളൈസ് ആണ്. അതേപോലെ ഏറ്റവും അവസാനത്തെ ഈനോളൈസിന്റെ ഫംഗ്ഷൻ എന്താണ്? 2-ഫോസ്ഫോഗ്ലിസറേറ്റിനെ ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന ആരാണ്? ഈനോളൈസ് ആണ്. അപ്പം D1 ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു എണ്ണം കണക്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയില്ലേ. നമുക്ക് എത്രത്തോളം സമയം ലാഭം അറിയാം. നമ്മൾ ഒരു പൊതുവെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു റുട്ടീൻ എന്താണ്? എല്ലാം കണക്ട് ചെയ്ത് നോക്കുമല്ലേ. ഒരെണ്ണം കണക്ട് ചെയ്തു, ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ വേറെ ഒന്നിലും അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദാറ്റ് ആൻസർ. ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫർദർ ആയിട്ട് ചെക്ക് ചെയ്ത് സമയം പോക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ഇവിടെ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതായത് വളരെ വൈസ് ആയിട്ട് എന്ത് ചെയ്യാം, വളരെ ക്വിക്ക് ആയിട്ടും വൈസ് ആയിട്ടും ചെയ്യാം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരെടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The functions of telomerase is. Telomerase എന്ന് പറയുന്ന telomeres-ന്റെ the functions of telomere is. Telomeres-ന്റെ ഫംഗ്ഷൻ എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. They protect intact eukaryotic chromosome from improper fusion and degradation. രണ്ടാമത്തത് attack the intact eukaryotic chromosome at the centromeric region എന്നാണ്. മൂന്നാമത്തത് they degrade the intact eukaryotic ക്രോമസോം എന്നാണ്. നാലാമത്തത് പ്രൊട്ടക്ട് ഇൻടാക്ട് ക്രോമസോം ഫ്രം ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടെണ്ണം നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാം. ടീലോമിയേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ DNA കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഒരിക്കലും ഓപ്ഷൻ 3-ഉം 4-ഉം ആവില്ല. കാരണം എന്താ? ഡീഗ്രേഡ് ദി ഇൻടാക്ട് യൂക്കാരിയോട്ടിക് ക്രോമസോം എന്ന് പറയുന്നത് ഒരിക്കലും ടീലോമിയേഴ്സിന്റെ ഫംഗ്ഷൻ അല്ല. അപ്പൊ ഓപ്ഷൻ 3 എന്തായാലും അല്ല. അതേപോലെ തന്നെ എന്താണ് ഓപ്ഷൻ 4 ഒന്ന് നോക്കി നോക്കൂ. പ്രൊട്ടക്ട് ഇൻടാക്ട് ക്രോമസോം ഫ്രം ഹിസ്റ്റോൺ പ്രോട്ടീൻ. പ്രോട്ടീനിൽ നിന്ന് ഒരിക്കലും നമുക്ക് DNA-നെ അല്ലെ ക്രോമസോമിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ കോയിലിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അത് എന്തായാലും അല്ല. ഇനി അറ്റാക്ട് ഇൻടാക്ട് യൂക്കാരിയോട്ടിക് ക്രോമസോംസ് അറ്റ് ദി സെൻട്രോമെറിക് റീജിയൻ. സെൻട്രോമെറിക് റീജിയനിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് പോർഷൻ അല്ല ഈ ടീലോമിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് മാത്രമേ വരുന്നുള്ളൂ? നമ്മുടെ ക്രോമസോംസിനെ അല്ലെ യൂക്കാരിയോട്ടിക് ക്രോമസോംസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫ്യൂഷനിൽ നിന്നോ ഡീഗ്രഡേഷനിൽ നിന്നോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടീലോമിയേഴ്സ് അല്ലെങ്കിൽ എൻഡിലുള്ള റീജിയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. രണ്ട് കണക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലെ രണ്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഫൈലവും രണ്ടെണ്ണത്തിൽ ആ ഫൈലത്തിന്റെ സാലന്റ് ഫീച്ചേഴ്സ് ആണ്. വളരെ ക്വിക്ക് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒന്നാമത്തെ പോറിഫെറ, രണ്ടാമത്തെ ബി ആയിട്ട് ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്ത്, സാൻലേഡ. ഇനി അതിന്റെ സാലന്റ് ഫീച്ചേഴ്സിൽ ബോഡി സെഗ്മെന്റേഷൻ ലൈക്ക് റിംഗ്സ്, ബോഡി വിത്ത് പോസ് ആൻഡ് കനാൽസ് ഇൻ വാൾസ്. മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോംപ്ലേറ്റ്സ് ഫോർ ലോക്കോമോഷൻ. നാലാമത്തത് ഫ്ലാറ്റ് ബോഡി ആൻഡ് സർഫസ്. ഇത് നമുക്കിപ്പം
നിങ്ങൾക്ക് വളരെ ക്വിക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈക്ക് ഇതിലിപ്പോ എന്താ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യം പോറിഫെറ നോക്കാം. ബോഡി വിത്ത് പോറിഫെറനകത്താണ് പോസ് ഉണ്ടാവുക അല്ലെങ്കിൽ കനാൽസ് വിത്ത് വാൾസ്. അപ്പം എ നമുക്ക് 2 ആയിട്ട് കണക്ട് ചെയ്യാം. ടീനോഫോറ, കോംബ് പ്ലേറ്റ്സ് അല്ലെ, കോംബ് ജെല്ലീസ്, സീ വാൾനട്ട്സ് എന്നൊക്കെയാണ് ഇതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ടീനോഫോറനെ നമുക്ക് എന്ത് ചെയ്യാം, B3 ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ പ്ലാറ്റി ഹെൽമിന്തസ് ഓപ്ഷൻ സി ആണ്. സി നമുക്ക് എന്തുവരെ കണക്ട് ചെയ്യാം, ഫ്ലാറ്റ് ബോഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫ്ലാറ്റ് എന്നാണ് മീനിങ്. ഇനി അതേപോലെ തന്നെ അനലിഡ, ആന്യൂൾസ് അല്ലെ, റിംഗ് ലൈക്ക് ആയിട്ടുള്ള ബോഡിയാണ് ഉള്ളത്. അപ്പൊ ബോഡി സെഗ്മെന്റേഷൻ ഉള്ളത് കൊണ്ടാണ് റിംഗ് പോലെ ഇത് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഡി നമുക്ക് 2 ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? യെസ്, ഓപ്ഷൻ 3 ആണ്. അതായത് പോറിഫെറ, നമുക്ക് ഓപ്ഷൻ 3 ആണ് വരുന്നത്. പോറിഫെറനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ് ആയിട്ട് കണക്ട് ചെയ്യാം. ടീനോഫോറ കോംപ്ലേറ്റ്, പ്ലാറ്റിയൽ ഫ്ലാറ്റ് ബോഡി, അനലിഡ സെഗ്മെന്റേഷൻ ലൈക്ക് റിംഗ്. അപ്പൊ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഞാൻ പൊതുവെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കും. പെട്ടെന്ന് നോക്കി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഓപ്ഷൻസിൽ നോക്കും ഏതാണോ തെറ്റായി കിടക്കുന്നത്. അപ്പം ഈ ഒരു ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻ സി ചെക്ക് ചെയ്യാം. ഓപ്ഷൻ സി എല്ലാത്തിന്റെയും ഡിഫറെന്റ് ആണ്. ഒന്നാമത്തെ ആൻസറിലാണെന്നെങ്കിൽ C2 ആണ്, രണ്ടാമത്തേല് C3 ആണ്, C4 ആണ്, മൂന്നാമത്തേല്, നാലാമത്തേലാണ് C1 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏക ആൻസർ കിട്ടും അല്ലെ. പ്ലാറ്റി എലിമെന്റ്സിനെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഫ്ലാറ്റ് ബോഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ഏതാ വരിക? C4 ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരെണ്ണേ ഉള്ളൂ, ഓപ്ഷൻ 3 ആണ്. ഇങ്ങനെയും നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താം. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന ഐറ്റമാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ലെറ്റ്സ് ഡിസ്കസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേഡിയേഷൻ സോഴ്സ് ഓഫ് TEM അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ റേഡിയേഷൻ സോഴ്സ് എന്താണെന്ന് ചോദിച്ചത് വളരെ സില്ലി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണ് അല്ലെ. UV ലൈറ്റ് ആണോ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം ആണോ, വിസിബിൾ ലൈറ്റ് ആണോ, അല്ലെങ്കിൽ മൈക്രോവേവ് ആണോ? ഈ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 2 ഇലക്ട്രോൺ ബീം ആണ് ഇവിടെ റേഡിയേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇവിടെ ഇല്യൂമിനേറ്റ് ചെയ്യുന്ന ഐറ്റം അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2 envelope spikes in influenza virus, that is HA and NA stands for. ഇൻഫ്ലുവൻസ വൈറസിലെ HA-യും NA എന്ന് പറയുന്ന രണ്ട് സ്പൈക്കുകൾ എന്താണ് മീൻ ചെയ്യുന്നത്? രണ്ടാമത്തെ ഓപ്ഷൻ ഹീമഗ്ലൂട്ടിനിൻ ആൻഡ് ന്യൂലാമിനിഡേസ് ആണോ? അതേപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഹീമോഗ്ലോബിൻ ആൻഡ് സെർപ്പിൻ ആണോ? അല്ലെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ ഹീം ആൻഡ് നെക്സിം ആണോ? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ വരുന്നത്? HA ആണ് അല്ലെ. HA എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടെ വരിക? ഹീമഗ്ലൂട്ടിനിൻ ആണ്. രണ്ടാമത്തത് NA ആണ്. ന്യൂലാമിനിഡേസ് ആണോ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ഹീമഗ്ലൂട്ടിനിൻ ആൻഡ് ന്യൂലാമിനിഡേസ് ആണ്. ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോപ്പോ ഐസോമറൈസ് 2 ഇൻട്രൊഡ്യൂസസ് ദി. ടോപ്പോ ഐസോമറൈസ് 2ന്റെ ഫംഗ്ഷൻ എന്നാണ് അല്ലെ. പോസിറ്റീവ് സൂപ്പർ കോയിൽസ് വരുന്ന സമയത്ത് അതിനെ റിലാക്സ് ചെയ്യുക, റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനകത്ത് കണ്ടതാണ്. അപ്പൊ സിംഗിൾ സ്റ്റാൻഡേർഡ് സൂപ്പർ കോയിൽസ് ഇൻ DNA ആണോ, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൂപ്പർ കോയിൽസ് ഇൻ DNA ആണോ, നെഗറ്റീവ് സൂപ്പർ കോയിൽസ് ഇൻ DNA ആണോ, അല്ലെങ്കിൽ പോസിറ്റീവ് സൂപ്പർ കോയിൽസ് ഇൻ DNA ആണോ ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ ആൻസർ എന്നാ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു തന്നെയാണ്. പോസിറ്റീവ് സൂപ്പർ കോയിൽസ് വരുന്ന സമയത്ത് ടോപ്പോ ഐസോമറൈസ് 2 വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതെന്ത് ചെയ്യാൻ തുടങ്ങും? വിച്ച് ഇൻട്രൊഡ്യൂസ് നെഗറ്റീവ് സൂപ്പർ കോയിൽസ് ആൻഡ് റിലാക്സസ് ദി പോസിറ്റീവ് സൂപ്പർ കോയിൽസ് അല്ലെ. പോസിറ്റീവ് സൂപ്പർ കോയിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് സൂപ്പർ കോയിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The most distinctive feature of the phylum Echinodermata is the presence of water vascular system which help in എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ എക്കൈനോഡെർമേറ്റയുടെ ഒരു മേജർ ഇമ്പോർട്ടൻസ് സാധനമാണ് എന്ത്? വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കും. ലോക്കോമോഷൻ ആണോ? ശരിയാണ്, ലോക്കോമോഷൻ ഉണ്ട്. രണ്ടാമത്തത് ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആണോ? ശരിയാണ്, അതും ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. മൂന്നാമത്തെ റെസ്പിറേഷൻ ആണോ? റെസ്പിറേഷനും ഇതിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ഒന്ന് നോക്കി നോക്കൂ. ലോക്കോമോഷൻ, ക്യാപ്ചർ, ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് റെസ്പിറേഷൻ ആണല്ലേ. ഈ 4 ഫംഗ്ഷനും ആർക്ക് വരുന്നുണ്ട്? ഈ ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിന് വരുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. Given below are two statements. One is labeled as assertion and the other labeled as reason അല്ലെ. Assertion reason type of question ആണ്.
അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ അസേർഷൻ നമുക്ക് വായിച്ചു വെക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കറക്റ്റ് ആണോ അല്ലെ റീസൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തും കൂടെ പോവാം. Glucan's homeostasis relies predominantly on the antagonistic efforts of the hormones insulin and glucagon. ഇനി അതിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണല്ലേ? ഗ്ലൂക്കൻസ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് എല്ലാം എന്താണ്, ഈ ഹോർമോൺസ് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ ഇതിന്റെയൊക്കെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെയൊക്കെ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിലേ ചെയ്യുന്നത്. അപ്പൊ അത് ശരിയാണ്, അസേർഷൻ ശരിയാണ്. ഇനി രണ്ടാമത് നോക്കാം. When the blood glucose level rises above the normal range, the secretion of insulin trigger the uptake of glucose from the blood into body cells, decreasing the blood glucose concentration. When the blood glucose level drops below the normal range, the secretion of glucagon promotes the release of glucose into the blood from energy stores such as liver glycogen, increasing the blood glucose concentration എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് എന്ത് ഈ ഒരു ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും എന്താണ് ശരിയാണ്, തന്നെയല്ല എന്താണ് ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. Let's move on to the next question. If the template strand of a segment of gene has nucleotide sequence 3' into ഇങ്ങനെയാണ് GCTAGC 5' what nucleotide sequence will be present in the RNA transcript specified by this gene segment എന്നാ പറഞ്ഞത്. ഈ ഒരു സെഗ്മെന്റ് ഓഫ് DNA സ്പെസിഫൈ ചെയ്യുന്ന RNAയിൽ എന്ത് സീക്വൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളതാണല്ലേ. നമുക്ക് ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. RNAയിൽ ഒരിക്കലും ഇതിപ്പോ സീക്വൻസ് കണ്ടുപിടിക്കാനൊന്നും പോകണ്ട ഇപ്പൊ തൽക്കാലം, കാരണം തൈമിൻ വന്നിട്ടുണ്ട്, ഇവിടെ തൈമിൻ ഉണ്ട്, ഇവിടെ തൈമിൻ ഉണ്ട്. RNAയിനുള്ളിൽ തൈമിൻ ഉണ്ടാവില്ല. RNAയിനുള്ളിൽ തൈമിന് പകരം യുറാസിലാണ് ഉണ്ടാവുക. അപ്പൊ അതുള്ളത് ഒരൊറ്റ സീക്വൻസ് മാത്രമേ ഉള്ളൂ, അത് സെക്കൻഡ് വൺ ആണ്. എന്നതിന് ശേഷം അതായത് ഇതും ജസ്റ്റ് നോക്കിയതിനു ശേഷം ബാക്കി അടുത്തേക്ക് പോയാൽ മതി അല്ലെ. നമുക്ക് ഇതിന്റെ കറക്റ്റ് സീക്വൻസ് ഒന്ന് വരച്ചു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരിക. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് GCTAAGC എന്നാണ് അല്ലെ. അപ്പൊ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് RNA വരയ്ക്കുമ്പോൾ എന്താ വരിക, CGAUUCG എന്നാണ്. അപ്പൊ അത് വരുന്നു കറക്റ്റ് ആണ്. ഇതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ ക്വിക്ക് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ജസ്റ്റ് ഫൈൻഡിങ് ദി T. RNAയിൽ ടൈമിൽ ഉണ്ടാവില്ല, പകരം എന്തായിരിക്കും യുറാസിലായിരിക്കും. ഈ ഒരു ഡിഫറൻസ് ഓർത്ത് വെക്കാം.